ഇന്ന് ഞാനും സാറേയും കൂടെ ഇത് മനുക്കാവ് വരെ വന്നേക്കുവാണ്. മനുക്കാവ് വന്നേക്കണ വേറെ ഒന്നിനുമല്ല, നമ്മുടെ മാമാങ്കം വടംവലി മത്സരം കാണാനായിട്ട് വന്ന. സാധാരണ എല്ലാ കൊല്ലവും തന്നെ ഈ പറയുന്ന ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് മാമാങ്കം ഒന്നും വന്ന് കാണാൻ പറ്റാറില്ല. പക്ഷെ ഇന്നിപ്പം മത്സരം ഉണ്ടായിരുന്നു. പക്ഷെ യെസ്, ഇന്ന് ക്രിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിലും മഴ കാരണം ക്യാൻസൽ ആയതുകൊണ്ട് ഒക്കെ എങ്കിൽ വീട്ടിൽ ചുമ്മാ ചൊറിയും കുത്തി പിടിച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചു നേരെ ഇങ്ങോട്ട് വന്നു. കാരണം ഇപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ വടംവലി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഹരം തന്നെയാണ് ഇവിടെ ആട്ടോ ഈ പരിപാടി നടക്കണേ. ഫൈനലും കണ്ടാന്ന് തോന്നുന്നു കേട്ടോ നടക്കണേ. ഭയങ്കര ഒച്ചപ്പാടും പോകണം. ഇപ്പോൾ കഴിഞ്ഞത് ഫൈനലൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇത് സെമി ഫൈനലായിരുന്നു. അപ്പം ടെക്കൻസ് എന്ന് പറഞ്ഞ ടീം ഫൈനലിൽ കയറിയതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഈ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളും ക്രിക്കറ്റും ഒന്നും അല്ല കേട്ടോ നമ്മുടെ മലയാളികളുടെ ഇഷ്ട വിനോദം അല്ലെങ്കിൽ കായിക വിനോദം എന്ന് പറയുന്നത്. അത് ഈ വടംവലിയൊക്കെ തന്നെയാണ്. കാരണം ഇത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. എന്ത് ജനമായിരുന്നു എന്നറിയാമോ, ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ക്രൗഡ്. അതും ആണുങ്ങൾ മാത്രമല്ല, കുടുംബ സമേതമാണ് എല്ലാവരും വന്നിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ഒരു വൈബും അവിടുത്തെ ഈ ആർപ്പൂളിയും ഇതും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ എത്രത്തോളം സ്വീകാര്യതയാണ് ഈ വടംവലിക്ക് മലയാളികളുടെ ഇടയ്ക്ക് എന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ഈ മൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഈ ചേട്ടനാട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ത്രൂ ഔട്ട് ഫുൾ എനർജി. അതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം കൊണ്ടാണ് ഈ വടംവലി ഈ ന്യൂസിലാൻഡിൽ അങ്ങ് വളർന്ന് പന്തലിച്ചത്. ഇവിടെ ഇപ്പോൾ ന്യൂസിലാൻഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ 10-15 ടീമെങ്കിലും മിനിമം കാണും. അത്രത്തോളം ആരാധകർ, അത്രത്തോളം സപ്പോർട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഫണ്ടും ഇതിന് വേണ്ടിയിട്ട് ഇറക്കുന്നുണ്ട് ആൾക്കാർ. ഇത് വേറെ ലെവലാണ്. കാരണം ഞാനിതിപ്പം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വടംവലി ടൂർണമെൻറ്റ് പോയി കാണുന്നത്. ഇത് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് എത്രത്തോളം ഡീപ്പാണ് ഈ വടംവലി എന്നുള്ള ഒരിത് മലയാളികളുടെ മനസ്സിനുള്ളിൽ നിന്ന്.